പച്ചപ്പ് നിറഞ്ഞ പാലക്കാടിന്റെ അതിമനോഹരമായ ഭംഗിയും പാലക്കാടിന്റെ അതിമനോഹരമായ വില്ലേജുകളും ഒട്ടനവധി സിനിമകൾ ഷൂട്ട് ചെയ്ത മുതലമട റെയിൽവേ സ്റ്റേഷനും പിന്നെ പഴമ നിലനിർത്തിയ ഓലമേഞ്ഞ കുടിലിലെ ചെല്ലൻ ചേട്ടന്റെ ചൂട് ചായയും കുടിച്ച് തിരിച്ചു വന്നാലോ? നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാടിന്റെ സ്വന്തം കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കാണ്. വീട്ടിൽ നിന്നും വൈകിട്ട് ഇറങ്ങിയതിന്റെ ഉദ്ദേശം 220 കിലോമീറ്റർ താണ്ടി അതിരാവിലെ തന്നെ പാലക്കാട് എത്തണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു. പോകാനുള്ള ദൂരം വളരെ കൂടുതലായതിനാൽ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് ഒരു ചായയും കുടിച്ചൊക്കെയായിരുന്നു ഈ യാത്ര. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നടുവൊക്കെ അവിടെ തന്നെ ഉണ്ടോന്നൊരു ഡൗട്ട്. എന്താ പറ്റിയമ്മേ? ഇരുന്ന് ഊപ്പാട് പോയി മോനെ, നടുവും കാലും മുട്ടൊക്കെ പോയി. നമ്മള് എത്ര കിലോമീറ്റർ ആയി ഇപ്പൊ? എത്ര കിലോമീറ്റർ ആയി? ഇനി ഏകദേശം ഒരു 50 കിലോമീറ്ററോടെ ഉണ്ട്. 200 സംതിങ് കിലോമീറ്റർ നമ്മൾ വന്നു ഇങ്ങോട്ട്. ഓക്കെ അല്ലേ? അയ്യോ, ഓടിച്ചൊരു ഊപ്പാടളയി കേസ്. വേണ്ട, വണ്ടി ഇരിക്കുന്നുണ്ടോ? നമ്മളിപ്പം വടക്കാഞ്ചേരി ആവാൻ പോകുന്നേ ഉള്ളു. ഈ റൂട്ടാണ് നമുക്കിനി പോകാനുള്ളത്. ഈ റൂട്ട് എങ്ങനാ, പൊളിക്കുമല്ലേ? ഓക്കെ. അങ്ങനെ കുറെ മണിക്കൂറുകൾ നീണ്ട യാത്ര ഏകദേശം ഒരു 3 മണിയോടെ കുതിരാൻ തുരങ്കവും മറികടന്നു. ഈ തുരങ്കത്തിനുള്ളിലൂടെ വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് നിജം. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേസപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ എത്തി നമ്മൾ 2 മണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ സ്വന്തം പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ അല്ലേ വേ? അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങളൊന്ന് ഒരുവിധം ഒന്ന് റെസ്റ്റ് ചെയ്ത് അതുപോലെ ഫ്രഷായി അല്ലേ? ഡ്രസ്സൊക്കെ മാറി. അമ്മ മാറിയില്ല, ഞാൻ മാറി. ഡ്രസ്സൊക്കെ മാറി. അപ്പം ഇപ്പം സമയം ഇപ്പം വെളുത്ത് വരുന്നേ ഉള്ളൂ. ആകാശം കണ്ടാൽ അറിയാം, വെളുത്തിങ്ങനെ വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് നമ്മളെ പാലക്കാടിൻ്റെ സ്വന്തം കൊല്ലങ്കോട് എന്ന് പറഞ്ഞൊരു മനോഹരമായ ഗ്രാമമുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ അതിരാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. പോയാലോ അമ്മേ? പോവാം, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കായംകുളത്തു നിന്ന് തുടങ്ങിയ യാത്ര ഏകദേശം ഒരു 10 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പാലക്കാട് ടൗണിൽ നിന്നും കറക്റ്റ് 22 കിലോമീറ്റർ ആണ് കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കുള്ളത്. പോകുന്ന വഴി അതിലും മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിച്ചത്. പാലക്കാടിന്റെ ഒട്ടുമിക്ക സ്ഥലത്തുനിന്ന് നോക്കിയാലും നമുക്ക് ഈ നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗി കാണാൻ കഴിയും. കൊല്ലങ്കോടിന്റെ ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ നെല്ലിയാമ്പതി മലനിരകൾ. ഇവിടേക്കുള്ള യാത്ര എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളെവിടെയാണ് നിൽക്കുന്നത്? കൊല്ലങ്കോട് താമരപ്പാടത്തിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പം കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പം കേറി കുറച്ച് നേരമായപ്പോഴത്തേക്ക് മഴയുമായി. അപ്പൊ അതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുടില് പോലത്തെ സംഭവം ഉണ്ട്. അവിടെയാണ് ഇപ്പം കേറിയിരിക്കുന്നത് നമ്മള് അല്ലേ? കാണിച്ചു തരാം. ഇതുണ്ട്, കൊള്ളാം കേട്ടോ. അവിടെ ഒരു കുടില്, ഇവിടെ ഒരു കുടില്. ഉണ്ട്, അവിടെ കണ്ടോ ഒരിടത്ത് കേറിയിരിക്കുന്നുണ്ടോ? മഴയായിട്ടാണ്. നമ്മൾ ഈ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ. മലനിരകളാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, കോട കയറി കിടക്കുവാണ് ഫുള്ള്. അതുകൊണ്ട് മല ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ? ആ ഒരു വശത്തുനിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ ആ കാണുന്ന ഏറുമാടം കണ്ടോ, അതിനകത്ത് കയറി നിന്നാലേ നമുക്ക് ഈ ഒരു താമരപ്പാടത്തിൻ്റെ വ്യൂ ഫുള്ള് നല്ലതായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് കയറി നോക്കാം. കൊള്ളാം കൊള്ളാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയല്ലോ മേ, ഏറുമാടത്തിൽ കയറിയാലോ. വാ ഗൈസ്. അപ്പം ഈ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകളാണ് ഈ കാണുന്നത്. പിന്നെ നീണ്ടു കയറുന്ന കിടക്കുവാണ്. ഈ ഒരു സമയത്ത് ഇപ്പം കോട കയറി കിടക്കുന്നതുകൊണ്ടാണ് അധികം ക്ലിയർ വ്യൂവിൽ കാണാൻ പറ്റാത്ത. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ കയറി കയറി വരുവാണ്. ഈ ഒരു പകൽ സമയത്തും ഈ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അല്ലേ മേ? വാ അങ്ങോട്ട് വാ. പക്ഷെ നമ്മൾ കയറാനായിട്ട് വന്നായിരുന്നു ഏറുമാടത്തിൽ. അതുകൊണ്ട് അവിടെ ഇപ്പം വേറെ രണ്ടുപേര് കയറിയിരിക്കുകയാണ്. ഗൈസ് അപ്പം ഈ ഒരു വശത്താണ് നമ്മളെ ബന്ദിപ്പൂവിൻ്റെ ആ ഒരു കൃഷി. അങ്ങോട്ട് പോവാം, അടുത്തോട്ട് പോവാം നമുക്ക്. നടന്നോ. കാണുന്നതാണ് നമ്മളെ ഏറുമാടം. വലിയ ഐറ്റൊന്നുമില്ല, കയറി നോക്കാം എന്തൊക്കെയുണ്ട്. കയറുക, അതും വെച്ച് ഇവിടെ എന്നാ നൈസ് വ്യൂ കേട്ടോ. ചുറ്റിനും ഇങ്ങനെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ഇവിടെ നിന്നാല്. നോക്കിയവേ നല്ല വ്യൂ അല്ലേ? നമ്മൾ ഈ ഒരു വശത്തെല്ലാം ഇതുപോലെ ഒരു ചെറിയ കുടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാട് ചെറുപ്പത്തിലൊക്കെ മാസം മാസം വരുമായിരുന്നു എൻ്റെ ചേച്ചി അവിടെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഇപ്പോഴാണെങ്കിൽ 24 വർഷത്തിന് ശേഷം വന്നിരിക്കുക പാലക്കാട്. വന്നെങ്കിലും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ സ്ഥലത്ത് താമരപ്പാടത്ത്. ആദ്യമായിട്ട് വരിക കൊല്ലങ്കോട് താമരപ്പാടത്ത്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. മഴ ആയതുകൊണ്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ട്. നല്ല കാണാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ മഴയത്ത് പൊളിയല്ലേ വ്യൂ അല്ലേ? പിന്നെ നമ്മുടെ ഈ താമരപ്പാടത്ത് കയറണമെങ്കിലേ എൻട്രി പാസ് ഒക്കെ ഉണ്ട്. ഒരാൾക്ക് 30 രൂപ ചാർജ് വരുന്നത്. ഞങ്ങൾ പിന്നെ 2 പേരുണ്ടോണ്ട് 60 രൂപയായി. പക്ഷെ 60 രൂപയ്ക്കുള്ള മുതൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അടിപൊളിയാണ് കേസ്. ഇതുപോലെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ മഴ കണ്ട് ആസ്വദിക്കാൻ പൊളിയാണ്. കൊല്ലങ്കോടിൻ്റെ താമരപ്പാടത്തെ ഏറെ മനോഹരമാക്കുന്ന ഒന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല ഗെയ്സ്, നമ്മൾ ഈ ഒരു താമരപ്പാടത്തിൻ്റെ ഈ വഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വഴികളുടെ 2 വശങ്ങളിലായിട്ട് ബന്ദിപ്പൂവിൻ്റെ കൃഷി, അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ നടുക്കൂടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വരമ്പത്തെല്ലാം ആ ഒരു കൃഷിയാണ് ഗെയ്സ്. ബന്ദി കൃഷി മാത്രമല്ല കേട്ടോ, ഈ ഒരു ചെടിയുണ്ട്. മിക്സാട്ടോ, മിക്സായിട്ട് ഇട്ടിരിക്കുന്ന കുറച്ച് ആ ചെടി, പിന്നെ ബന്ദി, പിന്നെ ആ ചെടി, അങ്ങനെ ഗെയ്സ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നതാണ്. സമയം പോയത് അറിഞ്ഞില്ല. അപ്പം നമ്മളെ കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗി ഇണങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ താമരപ്പാടം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. പോയാലോ? അപ്പം ഫുഡ് കഴിച്ചിട്ടാണ്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ വന്നത് കൊല്ലങ്കോട് താമരപ്പാടത്തിനടുത്തായിട്ടുള്ള ഏറെ വർഷങ്ങൾ പഴക്കമുള്ള ചെല്ലൻചേട്ടന്റെ ചായക്കടയിലാണ്. ഇതാണ് ചെല്ലൻചേട്ടൻ. ഓലമേന ചായക്കടയും മൺഭിത്തിയുമാണ് ഇവിടുത്തെ ഈ ചായക്കടയുടെ ഹൈലൈറ്റ്. പഴമ ഇന്ന് നിലനിർത്തിയത് കൊണ്ട് ഇവിടേക്ക് ചായ കുടിക്കാൻ വരുന്നവരുടെ എണ്ണവും വളരെ അധികമാണ്. ഞങ്ങളും ഇവിടുന്ന് ഓരോ ചായയും നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും കഴിച്ചു. വളരെ നല്ല ഭക്ഷണമായിരുന്നു. പഴമയിലേക്ക് നമ്മളെയും കൊണ്ടുപോകുന്ന ഈ ചായക്കടയും ചെല്ലൻചേട്ടനും ഈ യാത്രയിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചെല്ലൻചേട്ടന്റെ ചായക്കടയിൽ നിന്ന് തൊട്ടടുത്തോട്ടുള്ള വഴി നേരെ പോയാൽ നേരെ ചെല്ലുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. പെരിങ്ങോട്ടുശ്ശേരി കളവും അതിനടുത്തുള്ള നെൽപ്പാടവും ഇതിനു പുറകിലായി തലയുയർത്തി പിടിച്ചിരിക്കുന്ന നെല്ലിയാമ്പതി മലനിരകളും എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇന്നും വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്ന നെല്ല് സൂക്ഷിക്കുന്ന ഒരു പുര കൂടിയാണ് ഈ പെരിങ്ങോട്ടുശ്ശേരി കളം.
അവിടെ നിന്നൊക്കെ നമ്മൾ നേരെ പോയത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കാണ്. ഈ കാണുന്നതാണ് മുതലമട റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് കവാടം. 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്ത് അകത്തേക്ക് ചെന്നാൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു പ്ലാറ്റ്ഫോം കാണാൻ കഴിയും. ആൽമരത്തിൽ തൂങ്ങി നിൽക്കുന്ന വള്ളികൾ ഇന്നും നിലനിർത്തിയത് കൊണ്ട് പല ആൾക്കാര് ഫോട്ടോയും വീഡിയോ എടുക്കാനായി മാത്രം ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകോടിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടെ വന്ന് അടിപൊളി ഒരു സ്റ്റേഷൻ തന്നെയാണ്. നമ്മൾ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടാണ് അല്ലേ? ദിലീപിൻ്റെ വെട്ടം സിനിമ. അതുപോലെ തന്നെ കാണാനും അടിപൊളി തന്നെയാണ്. ആ ഒരു പഴയ ആ ഒരു അല്ലേ ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും കൊണ്ടുപോകുന്നത് തന്നെ. വേണ്ട മുതലമടയുടെ ഒരു ഇതുണ്ടോ പേര്, അടിപൊളിയായിട്ടില്ലേ? അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇതുപോലത്തെ ഒരു മരം ഉണ്ട്. ദാൽമരമല്ലേ അമ്മ? ഇറങ്ങിയേക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് കള്ള് ഷാപ്പും ഉണ്ട് കേസ്. കാണണം കള്ള് ഷാപ്പ്. അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് കേസ്. ഇതുണ്ടോ, എങ്ങനെയുണ്ടമ്മേ? കൊള്ളാമോ? കള്ള് ഷാപ്പ് കണ്ടോ തൊട്ടപ്പുറത്ത് തന്നെ. അമ്മ കണ്ടിട്ടുണ്ടോ ദിലീപിന്റെ വെട്ടം സിനിമ? കണ്ടിട്ടുണ്ട്. ആണോ? ഇവിടുത്തെ സീനറെല്ലാം കണ്ടിട്ടുണ്ട്. മറ്റേ ആ ട്രെയിൻ വരുന്ന സമയത്ത് വെള്ളം മേടിക്കാണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ട്രെയിൻ പോകുന്ന സീനോ എന്തുകൊണ്ട് ഒരു സീനാണ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. സിനിമാക്കാരുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. വെട്ടം, മേഘം, ഹൃദയം തുടങ്ങിയ ഒട്ടനവധി സിനിമകളുടെ പല ഭാഗങ്ങളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് യാത്രയായി.